ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനഭാഗം ലൂക്കയുടെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശുവിൻ്റെ അടുത്ത് ഒരു വലിയ ജനക്കൂട്ടം വന്നു ചേരുകയാണ്. എന്നാൽ യേശു അവരോട് പറയുന്നു, നിങ്ങളൊരു ജനക്കൂട്ടമായി തീരാതെ എൻ്റെ ശിഷ്യഗണമായി മാറുക എന്ന്. ജനക്കൂട്ടത്തെപ്പറ്റി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 8-ാം അധ്യായം 11-ാം വാക്യം മുതലുള്ള ഭാഗത്താണത്. മുന്നറിയിപ്പ് യെശയ്യായ്ക്ക് കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുത്. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിനെന്ന്. യേശുനാഥനും ഇത് തന്നെയാണ് പിന്തുടരുന്നത്. യേശുവിൻ്റെ ചുറ്റിനും ജനക്കൂട്ടങ്ങൾ ഒരുമിച്ച് കൂടിയത് ഒരു തവണയല്ല, പലതവണയാണ്. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടും അവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവർ കൂടുതൽ അവരുടെ ജീവിതത്തെ ഇനിയും അനുഗ്രഹപ്രദമാക്കാമെന്ന് കരുതി. കൈ നനയാതെ മീൻ പിടിക്കാനുള്ള അത്ഭുതം ഇവൻ്റെ കയ്യിലുണ്ടെന്ന് പോലും അവർ ചിന്തിച്ചിരിക്കണം. അങ്ങനെയാണ് യേശുവിനെ അവർ അനുഗമിക്കുന്നത്. പക്ഷേ യേശുനാഥൻ ശിഷ്യഗണമായി തീരുവാൻ അവരെ ഓരോരുത്തരെയും ബോധിപ്പിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യനായി തീർന്നാൽ സ്വർഗരാജ്യം പ്രാപിക്കാമെന്ന് കരുതുന്നവർ അവൻ്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ പീഡനങ്ങളെയും പ്രതിസന്ധികളെ പറ്റി കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. അവൻ്റെ അത്ഭുതങ്ങൾ കണ്ടാണ് അവൻ്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ അവൻ കുരിശിലേറ്റ ഏറ്റവും വലിയ അപമാനത്തെപ്പറ്റി കൂടെ ചിന്തിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എൻ്റെ ശിഷ്യനാകുവാൻ എൻ്റെ പിന്നാലെ വന്ന് അവൻ്റെ കുരിശ് ചുമന്നുകൊണ്ട് വരണമെന്ന്. ഇതാണ് യേശുനാഥൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും. ഒന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ ശിഷ്യനാകുവാൻ എനിക്ക് എന്നെ തന്നെ ഉപേക്ഷിക്കുവാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ പ്രിയപ്പെട്ടതായി കരുതുന്നതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് ദൈവകൽപ്പനകളിൽ ഒന്നാമത്തത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ, എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ, അങ്ങനെ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധിക്കുമോ? എല്ലാം ഉപേക്ഷിച്ച് എനിക്കെൻ്റെ യേശു മതിയെന്ന് പറയുവാൻ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ യേശുവാണ് എൻ്റെ സർവസ്വവും എന്ന് കരുതി ജീവിക്കുവാൻ, അങ്ങനെയുള്ളവർക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർ യേശുവിൻ്റെ ചുറ്റിനുമുള്ള വെറും കൂട്ടമായി പോകും, ആൾക്കൂട്ടം. യേശുവിൻ്റെ ചുറ്റിനുമുള്ള ആൾക്കൂട്ടമാകണമോ യേശുവിൻ്റെ ശിഷ്യഗണമാകണമോ? നമുക്ക് തീരുമാനിക്കാം. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.